ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിന് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ലയയും മാധവും കൂടി ഇഷിതയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇഷിത പറയാണ്, ലയ, എനിക്കൊരു കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് തന്നെ നിനക്കൊരു കുഞ്ഞുണ്ടായി കാണാനായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം എന്താണെന്നറിയാവോ? അത് മറ്റൊന്നും കൊണ്ടല്ല, നീ പറഞ്ഞില്ലായിരുന്നോ ഞാൻ കാരണമാണ് നിൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടതെന്ന്. പക്ഷേ അതിനെല്ലാം ഉപരിയായി ദൈവമേ, അവൾക്ക് ആദ്യം ഒരു കുഞ്ഞിനെ കൊടുക്കണമേ. എൻ്റെ പേരിൽ ചാർത്തുന്ന ആ ചീത്തപ്പേര് എന്നിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചത്. അതിൻ്റെ വേദന എന്താണെന്ന് നിനക്ക് മനസ്സിലാവില്ല ലയ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ലയ പറയാണ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ മനസ്സിനി അമ്മയെ ഒരുപാട് വിശ്വസിച്ചു പോയി. മനസ്സിനി അമ്മയുടെ താളത്തിന് അനുസരിച്ചാണ് ഞാൻ ജീവിച്ചു പോയത്. അതുകൊണ്ട് അവർ പറയുന്നത് മുഴുവൻ ഞാൻ വിശ്വസിച്ചു. അതിനുശേഷം അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയാണ് ശരിയെന്ന് എനിക്ക് മനസ്സിലായായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ വന്ന് ഇഷിതയോട് മാപ്പ് പറഞ്ഞത്. എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഏതായാലും ലയ, നീ ഇവിടെ വന്നല്ലോ, എന്നെ കണ്ടല്ലോ, എനിക്കൊരുപാട് സന്തോഷമായി. പിന്നെ മാധവ് എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മാധവ്. കാരണം അങ്ങനെ എന്നെ നഷ്ടപ്പെടാൻ കാരണമാണ് മാധവ് കുടിക്കാനുള്ള കാരണം. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അന്നാ നടന്ന സംഭവമില്ലേ, അന്നാ നടന്ന സംഭവത്തിൽ മാധവിനെ തള്ളി പറയില്ലായിരുന്നു. അങ്ങനെ അവിടെ നടക്കാൻ സംഭവത്തിനുള്ള കാരണക്കാരൻ ആരാ? മാധവാണോ അല്ലെങ്കിൽ മാധവിൻ്റെ അമ്മയാണോ? തീർച്ചയായിട്ടും മാധവ് തന്നെയാണ്. കാരണം അമ്മ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇവൾക്ക് പ്രസവിക്കാൻ കഴിയില്ല, ഇവൾ പ്രസവിക്കാൻ പറ്റാത്തൊരു സ്ത്രീയാണ് എന്ന് പറഞ്ഞപ്പോൾ മാധവ് അവിടെ അമ്മയ്ക്ക് കൂട്ടു നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ എന്നെ സ്നേഹിത്തൊരു പുരുഷനാണെങ്കിൽ, എന്നോട് ആത്മാർത്ഥതയുള്ളൊരു പുരുഷനായിരുന്നെങ്കിൽ ഒരു പക്ഷേ അതെല്ലാം തള്ളിക്കളഞ്ഞ് ഞാനവളെ സ്വീകരിക്കുന്നു എന്ന് പറയേണ്ടവനായിരുന്നു മാധവ്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ എന്തിനു വേണ്ടിയാണ് മാധവ്, എനിക്ക് വേണ്ടിയാണ് മാധവ് ഈ നിലയിലായി പോയത്, കുടിച്ച് ലെക്ക് കെട്ട് പെരുവഴിയിലേക്ക് കിടന്നത് എന്നൊക്കെ എന്തിനു വേണ്ടി പറയുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതും എനിക്ക് വല്ലാത്തൊരു ചീത്തപ്പേരായി പോയില്ലേ മാധവേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ഇഷിത, അത് വേറൊന്നും കൊണ്ടല്ല ഇഷിത, ഞാനിത് അമ്മയോട് കാണിക്കുന്ന പ്രതിഷേധം മാത്രമായിരുന്നു. കാരണം അമ്മ അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞു. പിന്നീടാ എനിക്ക് ഇഷിതയുടെ യഥാർത്ഥ രീതികൾ മനസ്സിലായത്. ഇഷിതയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാനതെല്ലാം മറന്നതാണ് ഇഷിത. പക്ഷേ അമ്മ എന്നെ ചതിക്കുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് സഹിക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം. മാധവ്, ഇനിയെങ്കിലും എൻ്റെ പേര് ദൈവത്തോർത്ത് വലിച്ചിടാൻ പാടില്ല. ഇനി മാധവ് വലിച്ചിടില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനൊരു വാക്ക് മാത്രം എനിക്ക് കിട്ടിയാൽ മതി എന്നൊക്കെ മാധവിൻ്റെ മുഖത്ത് നോക്കി പറയാ. മാധവ് കാണിച്ചത് മുഴുവനും വളരെയേറെ ചീപ്പായ കാര്യങ്ങളാണ് ഒക്കെ കാണിച്ചത്. അതൊന്നും ഇനി മേലാൽ ആവർത്തിക്കരുതെന്നും പറയുക. അത് കഴിഞ്ഞപ്പോഴേക്കില്ല, ഇനി ലയയെടുത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇവർ രണ്ടുപേരും കൂടി പറയാം. ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇഷ്ടത്തിൽ ചോദിക്കണല്ലേ, നിങ്ങൾ വേറെ വീട് വാടകയ്ക്ക് എടുത്ത് മാറുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ, അതെന്താ അങ്ങനെ മാറാനുള്ള കാരണം എന്നൊക്കെ ചോദിക്കണം. നിങ്ങൾ എപ്പോൾ മാറും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഇന്ന് തന്നെ മാറുകയാണ്. അങ്ങനെ മാറുന്ന സമയത്ത് ഇഷ്ടദേവൻ കാണാമെന്ന് വിചാരിച്ചു, അത്രയും മാത്രമേ ഉള്ളൂ. ആണോ? എങ്കിൽ നിങ്ങളെടുത്ത തീരുമാനം നല്ലത് തന്നെ ആവട്ടെ, നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ, നിങ്ങൾക്കൊരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കട്ടെ എന്നൊക്കെ ഇഷിത പറയാണ്. അപ്പോൾ നമ്മുടെ ലയാണെങ്കിൽ സന്തോഷമായി. ഇഷിതയുടെ നാവിൽ നിന്നും ഇങ്ങനൊരു വർത്തമാനം കേട്ടല്ലോ, എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമായി എന്നൊക്കെ പറയാം. അയ്യോ, നിങ്ങൾക്കൊരു ചായ ഇട്ട് തരാൻ പോലും എനിക്ക് സാധിച്ചില്ലല്ലോ, അമ്മ ഇവിടെ ഇല്ലേ, അമ്മ പുറത്തു പോയിരിക്കണേ. അതൊന്നും കുഴപ്പമില്ല. ഇതെല്ലാം വന്ന് ഇഷിതയെ കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നുണ്ട്. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോൾ ഇഷിതയ്ക്ക് ഭയങ്കര ആശ്വാസം തോന്നി. അപ്പോൾ ഇഷിത മാധവിനെ കുറിച്ച് ആലോചിക്കുക. മാധവിന് ഇത്ര അത്യാവശ്യമുള്ള വർത്തമാനെല്ലാം കിട്ടേണ്ടതാണ്. കാരണം മാധവിന് ഒരിക്കലും മാധവിൻ്റെ മനസ്സിൽ ഇഷിത ഉണ്ടാകാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്നും പറഞ്ഞ് ഇഷിത റൂമിലേക്ക് പോവാം. ഇഷിത ഭയങ്കര സന്തോഷത്തിലാണ്. ഇഷിത അവിടെ അങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴാണ് മഹേഷ് കടന്നു വരുന്നത്. അപ്പോൾ മഹേഷ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇഷിത ഭയങ്കര സന്തോഷത്തിൽ. അപ്പോൾ മഹേഷേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കണം. എന്ത് പറ്റി? ഭയങ്കര ഒരു സന്തോഷമാണല്ലോ. അതെ മഹേഷേ, എൻ്റെ മനസ്സിന് വല്ലാതൊരു ആശ്വാസം കിട്ടിയ ദിവസമാണെന്ന്, ഞാൻ ഭയങ്കര സന്തോഷവതിയാണെന്ന് പറയാണ്. അങ്ങനെ സന്തോഷമുണ്ടാകാൻ ഒരു കാരണം ഉണ്ടല്ലോ. ആ കാരണമൊക്കെ എനിക്കറിയാം. ഒന്നെങ്കിൽ പണ്ട് സ്നേഹിച്ചിരുന്ന ഒരു പുരുഷൻ ഇവിടെ വന്നിട്ടുണ്ടാവണം, എന്നിട്ട് പുരുഷനെ കണ്ട് കുറേ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കും ഇഷിതയുടെ മുഖത്ത് ഭയങ്കര സന്തോഷം. ദേ മഹേഷ്, ഞാനൊരു കുത്തു വെച്ച് തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ മഹേഷ് മാധവിനെയും ലയയെയും കണ്ടായിരുന്നു അല്ലേ? ഞാൻ കണ്ടു, പക്ഷെ അവരെന്നെ കണ്ടില്ല. അപ്പം എനിക്ക് മനസ്സിലായി അവരുടെ വന്ന ഇഷിതയെ കാണാനായിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, അവരെന്താ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും
ലയ എന്നോട് ഒരുപാട് മാപ്പൊക്കെ പറഞ്ഞു. അവർ രണ്ടുപേരുടെ മാറ്റം എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. ലയ വന്ന് മാപ്പ് പറഞ്ഞപ്പോഴേ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമായി. കാരണം അങ്ങനൊരു സിറ്റുവേഷൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു മഹേഷേ എന്നിങ്ങനെ പറയാണ്. എല്ലാം നല്ലതിന് വേണ്ടി തന്നെയാണോ. ഇപ്പം ഇതും കൂടി ആയല്ലോ, ഇപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായില്ലേ, എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ. അതേ മഹേഷേ, എല്ലാം കലങ്ങി തെളിഞ്ഞു. ആ കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ടെന്ന് പറയാണ്. എടോ അങ്ങനെയാടോ, ദേ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന രീതിയിൽ. ട്രീറ്റ്മെൻറ്റോ? എന്ത് ട്രീറ്റ്മെൻറ്റ്? അതായത് ഒരു താൻ ഏതായാലും പീഡിയാട്രീഷ്യൻ ആണല്ലോ. അപ്പോൾ ഒരു കുഞ്ഞിനൊരു അസുഖം വരാൻ നേരത്തെ എന്താ ചെയ്യുന്നത്? ആ കുഞ്ഞിനെ കുത്തി നോവിക്കില്ലേ, അപ്പോഴേക്കും കുഞ്ഞിൻ്റെ രോഗങ്ങളെല്ലാം മാറും. അങ്ങനെയല്ലേ താൻ ചെയ്യുന്നത്? മഹേഷേ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് നിന്നപ്പോൾ നമ്മുടെ ഇഷിതയെ ഒന്ന് കറക്കിയെടുത്ത് വട്ടം ഇങ്ങനെ പിടിക്കുകയാണ് നമ്മുടെ മഹേഷ്. എടോ, ഈ ഇഷിത എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താടോ? സമ്പത്ത്. ഏതായാലും മാഷ് തനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പേരിട്ടത് സമ്പത്തെന്ന്, ഇഷിത. ആ സമ്പത്തിനെ എനിക്കല്ലേ കിട്ടിയത്. എടോ, ഞാനും ഇതേപോലെ തന്നെയായിരിക്കും. എനിക്കൊരാളെ നഷ്ടപ്പെട്ടെന്നറിഞ്ഞ് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഈ ഇഷിതയെ നഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവസാനം സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറുതെ വിടുമോ? മഹേഷേ മാധവനെക്കാരും കഷ്ടമായിരിക്കും. അതേടോ, ഈ ഇഷിതയെ നഷ്ടപ്പെടുത്താനായിട്ട് ഞാൻ സമ്മതിക്കില്ല. എൻ്റെ സമ്പത്താണ് താൻ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു സ്നേഹപ്രകടനമൊക്കെ നടത്തുകയാണ് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇതിനെയാണ്, ആകാശിനെ. അപ്പോൾ ആകാശ് വക്കീലിൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കുക. അപ്പോൾ വക്കീലിൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. അതെ, നിങ്ങൾ പറയുന്ന പോലെ ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയൊന്നുമില്ല. ഞാൻ സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വക്കീലാണ്. അതുകൊണ്ട് നിങ്ങളുടെ അടവെല്ലാം മാറ്റി വെച്ചേരാ. അയ്യോ, അത് പിന്നെ വക്കീലെ, കുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വരണ്ടേ? വിളിച്ചാൽ അവൻ വരില്ലെന്നേ. അത് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? കുട്ടി വരണം. കുട്ടിയുടെ അമ്മയുടെ രചനയുടെ വക്കീലനുസരിച്ച് ഈ പരാതി അനുസരിച്ചാണ് ഞാനിങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടത്. എനിക്ക് കുട്ടിയെ കാണാം, കുട്ടിയോട് സംസാരിക്കണം. അവനോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ പറയാൻ പോകുന്നത് എനിക്ക് ഡാഡിയോടൊപ്പം പോകണമെന്നാ. കോടതിയിലും അത് തന്നെ പറയാനായിട്ട് പോകുന്നത്. നമുക്കിവിടെ കേസ് ജയിക്കാൻ വേണ്ടിയില്ലല്ലോ വക്കീലേ, ഇവിടെ കേസ് തോക്കാൻ വേണ്ടിയല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ വക്കീൽ സംസാരിച്ചാൽ മതി. എടോ തൻ്റെ അടവുകളെല്ലാം വെച്ചേര്. ഞാനൊരു കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലേ അത് ജയിക്കാനാണ് എനിക്കിഷ്ടം. അത് ജയിക്കുന്നത് പോലെ ഞാൻ കാര്യങ്ങൾ ചെയ്യുള്ളൂ. വക്കീലെ ഇങ്ങനെ സംസാരിക്കില്ലേ വക്കീലെ. വക്കീലിപ്പോൾ വിധം മാറ്റി പറയണോ വക്കീലെ? അവൻ്റെ അച്ഛൻ്റെ കൂടെ പോകുന്നതല്ലേ അവനിഷ്ടം. ഏതായാലും വക്കീൽ അവിടെ കേസ് വാദിക്കാനായിട്ട് ചെല്ലുമ്പോൾ കോടതിയുടെ മുൻപാകെ പറയും എനിക്ക് എൻ്റെ ഡാഡിയോടൊപ്പം പോയാൽ മതി, എനിക്ക് ആ മറ്റേ വീട്ടിലേക്ക് പോകുന്ന ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വക്കീൽ തോറ്റില്ലേ? ആര് പറഞ്ഞടോ ഞാൻ തോറ്റെന്ന്? ഈ കേസ് ഞാൻ ജയിച്ച് കാണിച്ചു തരട്ടെ. എടോ, ഈ ഒരു കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ജയിപ്പിച്ച് കാണിക്കാനും എനിക്കറിയാം. അതുകൊണ്ട് കൂടുതൽ എൻ്റെ മുന്നിൽ ഡയലോഗ് അടിക്കാൻ നിൽക്കരുത്. എടോ, കൊച്ചു ഒരു വാക്ക് പറഞ്ഞെന്ന് വിചാരിച്ച് ഉടനെ തന്നെ കോടതി ഒരു നിയമത്തിലെത്തിയൊന്നുമില്ല. എല്ലാം കണ്ടും കേട്ടും അമ്മയുടെ ഭാഗത്ത് എന്താണ് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമേ കോടതി ഒരു തീരുമാനം അറിയിക്കുള്ളൂ. മനസ്സിലായോ? വക്കീലെ അങ്ങനെയൊന്നും പറയല്ലേ വക്കീലെ. താൻ എണീറ്റ് പോയിക്കണ്ടേ. എനിക്ക് തന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ നേർവഴിക്ക് നടക്കുന്നൊരു വക്കീലാണ്. അതുകൊണ്ട് എനിക്ക് സമയമില്ല, താൻ പോകാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് പേനെടുത്തൊക്കെ എഴുതുകയാണ്. പക്ഷേ നമ്മുടെ ഈ ആകാശിനൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല ഈ വക്കീൽ. അപ്പോൾ ആകാശാണെങ്കിൽ ദേ വക്കീലെ, വക്കീൽ എന്തു വേണമെങ്കിലും തരാം വക്കീലെ. ഈ കേസ് ഒന്ന് തോറ്റ് കിട്ടിയാൽ മാത്രം മതി. ആ ചെറുക്കന് ആ അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ പൊയ്ക്കോട്ടേന്നേ. അല്ല, അച്ഛൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ അവിടെ ഒരു ന്യായം തന്നെ ഉണ്ട്. പക്ഷേ എന്നാലും അങ്ങനെയല്ലല്ലോ വക്കീൽ ആവശ്യപ്പെടുന്ന കാര്യം ഞാൻ തന്നേക്കാവന്നേ. എങ്കിലേ ഞാൻ ആവശ്യപ്പെടുന്ന പണം തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും അത്രയേ ഉള്ളൂ വക്കീലെ പറഞ്ഞാൽ മതി. ഇത് നേരത്തെ അങ്ങോട്ട് ആയിക്കൂടായിരുന്നില്ലേ? ഞാൻ വക്കീൽ ആവശ്യമുള്ള പണമൊക്കെ തരാം. വക്കീൽ പറ, വക്കീലിന് ഞാൻ എത്രയാണ് തരേണ്ടത്? അതെ, എനിക്ക് എത്രയാ വേണ്ടതെന്ന് ഞാൻ തൻ്റെ ഫോണിലേക്ക് അയച്ചോളാം. അതിൽ നിന്ന് 1 രൂപ പോലും കുറയാതെ താൻ എനിക്ക് തന്നിരിക്കണം. അതിലെന്തെങ്കിലും വിട്ടുവീഴ്ച താൻ വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊന്നു മോനെ, താൻ കോടതിയുടെ മുൻപാകെ തോറ്റു തുന്നം പാടി പോകും. ഇല്ല വക്കീലെ, ഉറപ്പായിട്ടും അതേ വക്കീൽ ചോദിക്കുന്ന പണം ഞാൻ ഉടനെ തന്നേക്കാം. വക്കീൽ ആ പണത്തിൻ്റെ ഇത് എൻ്റെ വാട്സപ്പിലേക്ക് ചെയ്താൽ മതി എന്ന് പറയണം. ശരി, താൻ പോയിക്കോ. ശരി വക്കീലെ, ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ആകാശ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അവളെ 16 അടിയന്തരത്തിന് 1 ലക്ഷം രൂപയും കൂടി കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ ആ ചെറുക്കനെ മഹേഷിൻ്റെ വീട്ടിലെത്തിക്കണം, എന്നാലേ എൻ്റെ ലക്ഷ്യങ്ങൾ നടക്കത്തുള്ളൂ എന്നിങ്ങനെ
സംസാരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശ് വണ്ടി കയറി പോവാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ മനസ്സുനി അമ്മയാണ്. അപ്പോൾ മനസ്സുനി അമ്മയാണെങ്കിൽ ആകെ ദുഃഖിച്ചിരിക്കുക. ആ സമയത്താണ് ആഷിത കയറി ചെല്ലുന്നത്. മനസ്സുനി അമ്മ, എന്തിനാ അമ്മ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? അവർക്ക് വീട് വിട്ട് പോകണമെന്ന് തോന്നി അവർ പോയി. ഇപ്പം ഒന്നും നമുക്കൊന്നും തടയാനായിട്ട് പറ്റില്ലല്ലോ. ഒരു മകനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ആ അമ്മയുടെ മനസ്സിൻ്റെ വേദന നിനക്ക് അറിയാനായിട്ട് പറ്റില്ല. അത്രയും മാത്രം ഞാൻ വേദനിക്കുന്നുണ്ടെന്ന് പറയാണ്. പറഞ്ഞപ്പോഴേക്കും അമ്മേ, അത് പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. മാധവും ഈ ലയയും കൂടി അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചപ്പോൾ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. എല്ലാത്തിനും കാരണക്കാരൻ നീയാണ്. ഇപ്പോൾ ദേ കണ്ടില്ലേ, എൻ്റെ മൂത്ത മകനും ഇവിടെയില്ല, അവനും ജോലി സ്ഥലത്ത് പോയിരിക്കുന്നു. ഞാൻ വിളിച്ചായിരുന്നു ആളെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആൾ പറഞ്ഞെന്നറിയാവോ, ഇന്ന് വൈകുന്നേരം വരാമെന്നായിരുന്നു തീരുമാനിച്ചത്. ഇനി ഒരാഴ്ചത്തേക്ക് ഇങ്ങോട്ട് വരുന്നില്ല എന്നാണ് ഈശ്വരൻ ചേട്ടൻ പറഞ്ഞതെന്ന് പറയണം. കണ്ടോ, എൻ്റെ മക്കൾക്കൊക്കെ എന്നോട് വെറുപ്പായി. എല്ലാത്തിനും കാരണക്കാരൻ നീയാണ്. എന്താമ്മ ഈ പറയുന്നത്? എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണെന്നോ? അതെ, നീ തന്നെയാണ്. ആ പെണ്ണിനെയും മാധവിനെയും ഇവിടെ നിന്ന് ഇറക്കി വിടാൻ കാരണക്കാരൻ നീ തന്നെയാണ്. ഞാൻ എന്ത് ചെയ്തു എന്നാണ്? നീ ലയയോട് പറഞ്ഞു, ഈ വീട്ടിൽ നിന്നും വേറെ വീട്ടിലേക്ക് വാടകയ്ക്ക് താമസിക്കണം, എന്നാൽ മാത്രമേ ആ തള്ള ഒരു പാഠം പഠിക്കുകയുള്ളൂ. നിങ്ങളിനി ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല, സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിൽ നിങ്ങൾ മാറി താമസിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ? തീർന്നോ? അമ്മയുടെ ഇതെല്ലാം തീർന്നോ? ചെയ്യാത്ത കാര്യങ്ങളെല്ലാം എൻ്റെ തലയിൽ കെട്ടി വെച്ചിട്ട് എനിക്ക് എന്ത് ഗുണമാണ് അമ്മയുള്ളത്? ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും നേടാനുണ്ടോ? ഉണ്ട്, നിനക്ക് നേടാനുണ്ടേ. കാരണം ഈ വീടും സ്വത്തുക്കളും എല്ലാം പിന്നെ ഈശ്വരൻ്റെ പേരിലാവും, നിന്റെ ഭർത്താവിൻ്റെ പേരിൽ. അങ്ങനെ നിനക്കും ആ സ്വത്തിൽ കൈകാര്യം ചെയ്യാം. നീ ഇവിടെ കെട്ടിലമ്മ ചമഞ്ഞ് നിൽക്കാം. അതിനു വേണ്ടി അല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ലമ്മേ, അതൊക്കെ അമ്മയുടെ വെറും തോന്നൽ മാത്രമാണെന്നൊക്കെ പറയാണ്. പക്ഷേ നീ അഹങ്കരിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ അനിയത്തി ഇപ്പോൾ ഗർഭിണിയല്ലേ? അതെ, ഗർഭിണി തന്നെയാണ്. നിങ്ങളല്ലേ പറഞ്ഞത് അവൾക്ക് പ്രസവിക്കാൻ കഴിയുന്ന പറഞ്ഞാൽ അവളുടെ ജീവിതം നശിപ്പിച്ചത് നിങ്ങളല്ലേ? അതേടി, ഈ മനസ്വിനെ അവൾക്ക് പ്രസവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യം തന്നെയാണ്. അവൾ പ്രസവിക്കില്ലടി. അവളിനി ഈ ജന്മത്തിൽ പ്രസവിക്കില്ല. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഈ മനസ്സിനിക്ക് ചെയ്യാനറിയാം. ഇത് കേട്ട് ആഷിതയ്ക്ക് കാലി വരികയാണ്. എന്താ നിങ്ങൾ പറഞ്ഞത്? ഒരു പ്രാവശ്യം കൂടി നിങ്ങളത് പറഞ്ഞേ. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യോടി? നീ എന്നെ തല്ലോ? വേണ്ടി വന്ന നിങ്ങളുടെ കാരണം അടിച്ച് പുകച്ച് നിങ്ങൾ ഞാൻ നിലത്തിടും. എൻ്റെ ഒരു അടി കൊണ്ടാലേ നിങ്ങൾ നിലത്ത് കിടന്ന് പെടയും. പറ, ധൈര്യം ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ആ കാര്യം പറ. ഇത് കേട്ട മനസ്സിന് പേടിച്ചു പോവുക. മനസ്സിന് പറയണം, അത് പിന്നെ എന്നെ ദ്രോഹിക്കുന്നവരെല്ലാം പിന്നെ ഞാൻ സ്നേഹിക്കണമെന്നാണോ പറയുന്നത്? എനിക്കറിയാം വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. ഈ മനസ്സിനെ തോപ്പിക്കാനായിട്ടെ ആരും വരാൻ നിൽക്കണ്ട. ഇവിടെ നിന്ന് എല്ലാത്തിനെയും അടിച്ച് പുറത്താക്കും. പിന്നെ അടിച്ച് പുറത്താക്കാൻ ഇങ്ങോട്ട് വാ. ഞാൻ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും ഇവിടുന്ന് പുറത്താക്കാൻ പോകുന്നത്. എന്നെ പുറത്താക്കാൻ നീ വളർന്നോടി. ഞങ്ങൾക്ക് പുറത്താക്കാൻ അറിയാം. കൂട്ടിനെ ആ ലയം കൂടി വരും. എന്നിട്ട് പുറത്താക്കിയിട്ട് നീ എന്നെ എവിടെ കൊണ്ടാക്കാൻ പോകുന്നു? എവിടെ കൊണ്ടാക്കാനുണ്ട്? വൃദ്ധസദനത്തിനെ കൊണ്ടാക്കും നിങ്ങളെ. ലയ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഞങ്ങൾ രണ്ടുപേരും കൂടി നിങ്ങളെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാനായിട്ട് നന്നായിട്ട് അറിയാം. മാധവനെ പിടിച്ച് ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടാക്കാമെങ്കിൽ നിങ്ങളെയും പിടിച്ചാക്കാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന അനുസരിച്ച് ഇവിടെ എവിടെയെങ്കിലും മൂലക്ക് കഴിഞ്ഞ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം. മൂത്ത മകനായ ഈശ്വരൻ ചേട്ടനുള്ളതാണ് ഈ വീട്. അപ്പോൾ ഇതിനെല്ലാ ചുമതലകളും എനിക്കും കൂടിയാണ്. അപ്പം ഞങ്ങൾ പറയുന്നതിനനുസരിച്ച് ജീവിക്കാമെങ്കിൽ ഇവിടെ ജീവിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ വല്ല വൃദ്ധസദനത്തിനും കൊണ്ടേ ആക്കും ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മനസ്സിന് പെട്ടു എന്ന രീതിയിലായിപ്പോയി. നിന്നെ കാണിച്ചു തരാടി, ഇതിനെല്ലാത്തിനും നിന്നോട് ഞാൻ പകരം വീട്ടും എന്ന് പറഞ്ഞുകൊണ്ട് പോവാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും ആഷിതയ്ക്ക് ചെറിയൊരു ഡൗട്ടൊക്കെ തോന്നുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹേഷിനെയും അതേപോലെ തന്നെ ഇഷിതയും ഒക്കെയാണ്. അപ്പോൾ പറയുകയാണ്, കോടതിയിൽ കേസ് നമ്മൾ വിജയിക്കുമെന്ന് ചോദിച്ചപ്പോഴേക്കും കോടതിയിലേക്ക് പോവുകയാണല്ലോ അമ്മേ. ഏതായാലും കോടതിയിൽ നല്ലത് തന്നെ പറയുള്ളൂ. അപ്പോൾ നമ്മുടെ ചിപ്പിയാണെങ്കിൽ ഡാഡി എപ്പോഴാണ് ആദ്യമായിട്ടും വരുന്നത്? കോടതി വിധി വരട്ടെ. കോടതി വിധി എന്താ വരാത്തത്? അത് എപ്പോൾ വരും? ആദ്യമായിട്ടും പറഞ്ഞല്ലോ കോടതിയുടെ അടുത്തും പോയി ഞാനിങ്ങനെ പറയുള്ളൂ, എനിക്ക് എൻ്റെ ഡാഡിയുടെ ഒപ്പം ജീവിക്കാനാണ് താല്പര്യമൊന്നും അങ്ങനെ പറയുമെന്ന് പറഞ്ഞല്ലോ. പിന്നെന്താ ആദ്യേട്ടനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്താണ്? കൊണ്ടുവരാം മോളൊന്ന് വെയിറ്റ് ചെയ്യുന്നേ. അപ്പോഴേക്കും നമ്മുടെ മഹേഷ് പറയണം ഞാൻ ഏതായാലും പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ മനസ്വിനി സ്വപ്നവല്ലി നേരെ ഈശ്വരൻ്റെ അടുത്ത് ചെന്നിട്ട് മോളെ തന്നെ ഞാൻ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട് മോൾക്ക്, പക്ഷെ അതെല്ലാം എന്നോട് ക്ഷമിക്കണം മോളെ, ഞാൻ അറിയാതെയാണ് അങ്ങനെയൊക്കെ ചെയ്തു പോയതെന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് സാരമില്ല അമ്മേ, ഞാനതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല.
ഞാൻ അമ്മയോട് ഒരു വാക്ക് പോലെ എതിർത്ത് പറഞ്ഞിട്ടുണ്ടോ? കാരണം എന്നറിയാമോ, ഞാൻ ഈ വീട്ടിലൊരു അംഗമല്ലേ, എൻ്റെ സ്വന്തം അമ്മയെ പോലെയല്ലേ ഞാൻ അമ്മയെ കാണുന്നത്. അപ്പം അമ്മ എന്നോട് എന്തെങ്കിലും പറയുന്ന നേരത്ത് ആ അധികാരത്തോടു കൂടി തന്നെ എന്നോട് പറയുന്നത് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ എന്നൊക്കെ അവിടെ പറയാണ്. ഇത് കേട്ട സ്വപ്നമല്ലിക്ക് ഭയങ്കര സന്തോഷം തോന്നുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.